നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 7 വർഷമായിരിക്കുന്നു ആർട്ടിക്കിൾ 370 BJP സർക്കാർ റദ്ദ് ചെയ്തിട്ട്. 2019 ഓഗസ്റ്റ് 5-ന് അന്നാണ് വളരെ തന്ത്രപ്രധാനമായ നിർണായകമായ തീരുമാനം വന്നതും ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്ക് എന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പിന്നെ ഉദയം കൊണ്ടതും. അതുപോലെ തന്നെ പ്രത്യേക അവകാശങ്ങൾ, പ്രത്യേക അധികാരങ്ങൾ, ഇതെല്ലാം പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നതാണ് ആർട്ടിക്കിൾ 370. ഇതെന്ന് റദ്ദാക്കിയോ അന്നു മുതൽ കോൺഗ്രസിൻ്റെ പ്രശ്നവും തുടങ്ങി. കാരണം ഇന്ത്യ എന്നാൽ ഇന്ത്യയുടെ പ്രമാണം ഗാന്ധി കുടുംബത്തിൻ്റെ കയ്യിലാണെന്ന വിശ്വാസമാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ. അതാണ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 370 എന്ന് കേട്ടാൽ ഞങ്ങൾക്ക് വേണം ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ചാടിയിറങ്ങുന്നതും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സോണിയുടെയും പിന്നാലെ. നമസ്കാരം ഹരീഷ്ണൻ. നമസ്കാരം. ശരിക്കും ഈ ആർട്ടിക്കിൾ 370 അത് ഒരാവശ്യവുമില്ലാതെ കൊണ്ടുവന്ന ഒരു രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ ജമ്മു കാശ്മീർ എന്ന ഒരു സംസ്ഥാനവുമായിട്ട് വിഭജിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മരുന്നും മന്ത്രവും മറിമായവും ഒക്കെ അതിലുണ്ടായിരുന്നു. അതിനൊരു അവസാനം കാണുകയായിരുന്നു കേന്ദ്ര സർക്കാർ, അല്ലേ? 2019 ഓഗസ്റ്റ് 5-ന്. ഇത് വലിയൊരു ഗൂഢാലോചന ഇപ്പോൾ നടക്കുന്നു, അല്ലേ? നമ്മുടെ പണ്ഡിറ്റുകളൊക്കെ കൊഴിഞ്ഞു പോയതും പണ്ഡിറ്റുകളെല്ലാം താഴ്വരകളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതുമൊക്കെ പഴയ കഥകളായി. അവരെല്ലാം ഒരു 30% തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിറ്റുകളുടെ റീഹാബിലിറ്റേഷനാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത്, അല്ലേ? അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സുരക്ഷിതത്വം, തുല്യത, നാട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ കപ്പട മുഖം അത് വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവർ ഈ 7ാം വാർഷികം ആഘോഷിച്ച വേളയിലും കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം 370 തിരിച്ചു തായോ എന്നാണ്. എന്താണ് ശരിക്കും ഇത്തരമൊരു വിഷയം വരുമ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, സമയമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ കിടന്ന് പറയാൻ കാരണം എന്ത് കണ്ടിട്ടാണ്? ഇത് ആർട്ടിക്കിൾ 370 അവിടെ കൊണ്ടുവന്നതിന് ശേഷം കശ്മീരിൽ സംഭവിച്ച ഒരു മാറ്റങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. അപ്പം ഹരിസിംഗ് രാജാവ് ഇന്ത്യയുമായിട്ട് നിരുപാധികം ഇന്ത്യയുമായി ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ വിഘടനവാദികൾ കശ്മീരിനെ നേരത്തെ പാകിസ്ഥാനോടൊപ്പം പോകാനിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ, അവരാണ് ഈ 370ക്ക് പിന്നിൽ. അപ്പോൾ 370 കൊണ്ടുവന്നത് തന്നെ ഇവരുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഷെയ്ഖ് അബ്ദുള്ളയെ പോലുള്ള ആൾക്കാരുടെ ആവശ്യത്തിന് അവർക്ക് കക്കാനും നിൽക്കാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് 60-70 വർഷത്തോളം 60 വർഷത്തോളം അവരുടെ ഈ ഫണ്ടുകൾ, കശ്മീരിലേക്ക് പോകുന്ന ഫണ്ട് ഇവർ പങ്കിട്ടെടുക്കുകയായിരുന്നു. അത് പ്രത്യേക പദവി, പ്രത്യേക സാമ്പത്തിക സഹായങ്ങൾ, അല്ലേ? എല്ലാം പങ്കിട്ടെടുക്കുകയായിരുന്നു. ഈ അബ്ദുള്ള ഫാമിലി, അതോടൊപ്പം തന്നെ മുഫ്തിയുടെ ഫാമിലി, അതോടൊപ്പം അവിടുത്തെ വിഘടനവാദികളും ചേർന്ന് പങ്കിട്ടെടുക്കുകയായിരുന്നു. അത് പിൻവലിച്ചപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു അഴിമതിയുടെ വലിയ സ്രോതസ് അവസാനിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന ആൾക്കാരുടെയും വലിയൊരു സ്രോതസ് അവസാനിച്ചു. അതെ. അപ്പോൾ അത് അവരെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഇപ്പം ചിദംബരം ഭരണഘടനാപരമായിട്ട് കശ്മീരിന് ലഭിക്കേണ്ട ഭരണഘടനാ പദവി 370 പദവി തിരിച്ചു കൊടുക്കണമെന്നാണ് ചിദംബരം പറഞ്ഞിരിക്കുന്നത്. ഇവർ പാർലമെൻറ്റിന് മുന്നിൽ സമരം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ, ഖാർഗെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ ഒപ്പം പങ്കെടുക്കേണ്ടായി. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അവർക്ക് ഈ വലിയ അങ്കലാപ്പാണ്, വലിയ ബുദ്ധിമുട്ടാണ്. യാസിൻ മാലിക്കിനെ പോലുള്ള ആൾക്കാരെ തീറ്റിപ്പോറ്റണം, ഇപ്പോഴും കരുതൽ തടങ്കലിലാണ്. സർലാബ് ഭട്ട് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ യാസിൻ മാലിക്. അതിനുശേഷം അവരുടെ മരണത്തിന് ശേഷം അവർക്ക് ഒന്ന് മര്യാദയ്ക്ക് അവിടെ അവരുടെ മറവ് ചെയ്യാൻ, ശവശരീരം മറവ് ചെയ്യാനുള്ള അവകാശം പോലും ലഭ്യമായിരുന്നില്ല. 36 വർഷമെടുത്തു. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് 36 വർഷത്തിന് ശേഷം അന്വേഷിച്ചാണ് സർലാഹ് ഭട്ടിന് നീതി കൊടുത്തത്, അല്ലേ? ഈ മുഹമ്മദ് യാസിൻ മാലിക് കുറ്റക്കാരനാണെന്ന് അവർ കണ്ടെത്തി കുറ്റപത്രം നൽകിയത്. അതെ. അപ്പോൾ ഈ രീതിയിൽ അവിടെ അടുക്കാൻ പറ്റില്ല, മറ്റാർക്കും അടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു 10 വർഷം മുന്നേ സ്റ്റോൺ പെൽറ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന്. നിരന്തരം കല്ലേറാണ് പട്ടാളത്തിൻ്റെ, ഇന്ത്യൻ മിലിറ്ററിക്ക് നേരെ.
അങ്ങനെ ചിലപ്പോൾ ഹ്യൂമൻ ഷീൽഡ് വെച്ച് പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളത്തിൽ. സഹിയിട്ട് ഈ ഒരു പ്രതിഷേധക്കാരനെ ജീപ്പിന്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാണ്. അതെ, അങ്ങനെ രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത്ര മാത്രം. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് കാവൽ നിൽക്കുന്ന സമരഭടന്മാർക്ക് കല്ലേറും അവിടേക്ക് വരുന്ന ഭീകരവാദികൾക്ക് തട്ടവും താലവും കൊടുത്തവരെ വരവേറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് സ്ഫോടനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അത്തരം ഈ ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കോ നടത്തുവാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും കാശ്മീർ കലുഷിതമാകണം. കശ്മീർ കലുഷിതമായാൽ മാത്രമേ അവർക്ക് പുതിയ പുതിയ സബ്ജക്റ്റുകൾ കിട്ടുകയുള്ളൂ. അതോടൊപ്പം പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പങ്കിടൽ, പാകിസ്ഥാനെന്നോ അങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ ചൈനയെ ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം, അപ്പോൾ ഈ രീതിയിൽ വളരെയധികം കാശ്മീരിനെ എപ്പോഴും കലാപകലുഷിതമായിട്ട് നിർത്തേണ്ട ആവശ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനാണ്. അങ്ങനെ നിർത്തിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുകയും പ്രതിപക്ഷത്തിന് അവിടെ റോൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഒപ്പം ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സും കൂടി. അങ്ങനെയാണ് പ്രതിപക്ഷം റോൾ എടുക്കേണ്ടത്. കാരണം പുൽവാമയിൽ നിന്നും കോൺഗ്രസ് പഠിച്ചില്ല, പഹൽഗാമിൽ നിന്നും പഠിച്ചുമില്ല. കാരണം ഈ രണ്ടിടത്തെയും ബലിദാനികളെ അവരെ അങ്ങ് അപകീർത്തിപ്പെടുത്തുന്ന നീക്കങ്ങളിൽ 370 തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. അത് തീർച്ചയായും. അത് ഇപ്പോൾ ഭീകരാക്രമണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ചെയ്തിരുന്നത് ഈ പട്ടാളക്കാരായ ഉൾപ്പെടെ ആൾക്കാർ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ആൻ്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് എന്തായിരുന്നു ആ സമീപനമെന്ന്. അതായത് തലയറത്ത് വിട്ട പട്ടാളക്കാരൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അപമര്യാദയായി പെരുമാറിയെന്നത് പറഞ്ഞ പോലെയാണ് അത് ക്ഷമിച്ചു കളയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു സമീപനമാണ്. കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് ഇന്ത്യക്ക്. അതായത് ഇന്ത്യക്കെതിരെ ആരെങ്കിലും തന്നെ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ആ യുദ്ധം നമ്മുടെ രക്തത്തിൻ്റെ കറ മാറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആക്രമണത്തിൻ്റെ കറ മാറുന്നതിന് മുന്നേ തിരിച്ചടിക്കണം എന്നതാണ് ഇന്ത്യയുടെ നയം. മറ്റേതെങ്കിലും വൈദേശിക ശക്തികൾ അതിനകത്ത് ഇടപെടുന്നതിന് മുന്നേ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും. ആ നയം കോൺഗ്രസ് ഡൈല്യൂട്ട് ചെയ്തു. കോൺഗ്രസ് അതിനെ വളരെയധികം വക്രീകരിക്കുകയായിരുന്നു ചെയ്തത്. ആ രീതിയിൽ പല മാറ്റങ്ങളും അവിടെ സുരക്ഷ ശക്തമാക്കിയപ്പോഴൊക്കെയും, കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയപ്പോൾ സുരക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ് അന്ന് ചെയ്തത്. PDS വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഏകദേശം 100% ലീക്കേജാണ് ഉണ്ടാകുന്നത്. അതായത് കാശ്മീരിലെ ജനതയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ജമ്മു കാശ്മീരിന്. അവരാണ് വീണ്ടും ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുറവിളി കൂട്ടുന്നത്. സത്യത്തിൽ ഇത് അവർ ചെയ്യുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ സ്റ്റോൺ പെൽറ്റിങ്ങിന് കല്ലെറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ആളെ കിട്ടുന്നില്ല. രാജേഷ് ജി, എല്ലാവരും തൊഴിലാണ്. അതെ, തൊഴിൽ തേടി പോയിരിക്കും. അതെ, രാജേഷ് ജി അറിയാലോ, ഇപ്പോൾ POK ഇന്ത്യയിലേക്ക് യോജിക്കാൻ വേണ്ടിയിട്ട്, അതായത് POKയിലെ ആൾക്കാർ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ, POKയിൽ നിന്നുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ നമ്മളിവിടെ കൊണ്ടുവന്നെത്തിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർത്തെറിയുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. നാളെ ഇന്ത്യ ഈ രീതിയിൽ രക്ഷപ്പെട്ടാൽ, ഈ രീതിയിൽ സമ്പന്നമായാൽ എന്നേക്കുമായി തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്ന് അവർക്കറിയാം. കാരണം ഇന്ത്യ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി ശത്രുതയില്ല, ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് ചൈനയാണ്? അമേരിക്കയെ വയസ്സൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി വിളിച്ച ചൈനയാണ് ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അവിടുത്തെ സ്പോക്സ് പേഴ്സണെ കൊണ്ട് പറയിച്ചത്. അങ്ങനെയുള്ള ഭാരതം വീണ്ടും ഇപ്പോൾ 7.7 GDP, ഇനിയും GDP ഉയരും. ആളോഹരി വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം 3000-ലേക്ക് എത്തി നിൽക്കുന്നു. രാജ്യം സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൽ നിന്ന് പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പ് നടത്തുന്നു. ക്രൂയിസ് മിസൈലിന് ആവശ്യക്കാരേറെയാണ്. പിനാക റോക്കറ്റ് ലോഞ്ചേഴ്സിന് ആവശ്യക്കാരേറെയാണ്. അപ്പോൾ രാജ്യം വളരെയധികം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവർക്കിത് സഹിക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ കാശ്മീർ വിചാരിക്കണം. കാശ്മീർ വിചാരിച്ചാലേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ കൂടി കലക്കവെള്ളത്തിൽ കൂടി മീൻ പിടിക്കാം. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും കാശ്മീരിനെ ഒരു അസ്വസ്ഥ ബാധിത പ്രദേശമാക്കി വീണ്ടും ലോകത്തിന് മുന്നിൽ ചിത്രീകരിച്ച്, ഭാരതത്തിൽ വന്നാൽ വിദേശികൾ സേഫ് അല്ല എന്ന് ചിത്രീകരിച്ച്, ഈ കശ്മീർ മൂലം അവിടുത്തെ വിഘടനവാദികൾ
ഭാരതത്തിൻ്റെ മറ്റെല്ലാ കോണുകളിലും പ്രശ്നമുണ്ടാക്കുന്നു എന്ന് ചിത്രീകരിച്ച് അങ്ങനെ ഭാരതത്തിൻ്റെ യശസ് ഇടിക്കാനുള്ള ചില ശ്രമങ്ങളല്ലേ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത്. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അറിയാം, ജർമ്മനിയിലൊക്കെ ചെന്ന് ഇന്ത്യയെ കുറ്റം പറഞ്ഞു. ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ്. ഒരു രാജ്യത്തിനെ കുറിച്ച് ആ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്ത് ചെന്ന് നിന്ന് കുറ്റപ്പെടുത്തൽ നടത്തുകയാണ്. ഈ CJP സമരം എങ്ങനെയാണ് ഉണ്ടായത്? CJP സമരം നേരിട്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നണി പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന പല ആൾക്കാരുടെയും പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. നോർവേയിലേക്കും സ്വീഡനിലേക്കും അവർ നടത്തിയ പല കാര്യങ്ങളും ഇതിൻ്റെയാണ്. അപ്പോൾ രാജ്യത്തെ മറ്റുള്ള രാജ്യത്തിൻ്റെ മുന്നിൽ താറടിച്ച് കാണിക്കുക. 2008 രാഹുൽ ഗാന്ധിയും ചൈനയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റിനെ കുറിച്ച് ഇപ്പോൾ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് എന്താണ് കണ്ടന്റ് എന്ന് പുറത്ത് വന്നിട്ടില്ല. അതെ, എന്താണ് ആ കണ്ടന്റ് എന്ന് ഇതുവരെയ്ക്കും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ മലാക്ക സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ വലിയ വികസന പ്രവർത്തനം നടത്തിയപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുവാൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധി. അപ്പം അത് വളരെ സംശയാസ്പദമാണ്. കാരണം മലാക്ക സ്ട്രീറ്റിൽ അടുത്തേക്ക് ഇത്തരത്തിലൊരു സംരംഭം കൊണ്ടുവന്നാൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയാൽ കപ്പൽ നിർമ്മാണ ഒരു കപ്പൽ തുറമുഖമാണോ? അതെ, തുറമുഖം വരുന്നു, അതോടൊപ്പം തന്നെ എയർപോർട്ട് വരുന്നു, അനുബന്ധ സൗകര്യങ്ങളൊക്കെ വരുന്നു. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചൈനയാണ്. മലാക്ക സ്ട്രീറ്റ് വഴി ട്രേഡിംഗ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ചൈനയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഈ മലാക്ക സ്ട്രീറ്റിൽ എന്തെങ്കിലും വിഷയം വന്നാൽ, ഇപ്പോൾ ഹോർമോസ് പോലെ ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നേരെ ചൈന ഒരു ആക്രമണം നടത്തിയാൽ, ചിക്കൻ നെക്ക് കോറിഡോറിലേക്ക് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് മലാക്ക സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യാൻ ചൈന മൊത്തത്തിൽ പട്ടിണിയായി പോകും. ചൈനയുടെ 40% ട്രേഡ് നടത്തുന്നത് മലാക്ക സ്ട്രീറ്റ് വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചൈന വലിയ അങ്കലാപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ ഇന്ത്യ വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ തച്ചു തകർക്കുകയും വിദേശത്ത് പോയി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ താറടിച്ച് കാണിക്കാനുള്ള സമരമുറകൾ ഇവിടെ നടത്തുകയും വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഈ CJP സമരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന സമയത്ത് ഇവിടേക്ക് വന്ന FCRA ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാർക്കോ റൂബിയോ ഒക്കെ നേരിട്ട് ഇടപെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം. പിന്നെ ഒരു മുൻ ചരിത്രമുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്ക്, അത് സോണിയാഗാന്ധി. ഈ സോണിയാഗാന്ധിയെക്കുറിച്ച് അരുൺ നെഹ്റു എന്ന പഴയ പാർലമെൻറ്റ് സുരക്ഷാകാര്യ മന്ത്രി പറഞ്ഞത്, ഈ പാർലമെൻറ്റിൻ്റെ ലോഗ് ബുക്കിൽ പോലും രേഖപ്പെടുത്താതെ സോണിയാഗാന്ധി ഈ സന്ദർശകരെ, ഈ ഒട്ടോവിയ കുത്രോച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ഇവർക്ക് വലിയ പ്രശ്നമില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, കാര്യങ്ങൾ നേടിയെടുക്കണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാകണം എന്നത് മാത്രമാണ് ഭാവി പ്രധാനമന്ത്രി എന്നിരിക്കാതെ വർത്തമാന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയാകണമെങ്കിൽ ഒന്നുകിൽ രാജ്യം നശിക്കണം. രാജ്യം നശിച്ചാൽ മാത്രമേ അവർക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ രാജ്യം നശിപ്പിച്ചും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക, അധികാരം നേടിയെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് തോന്നുന്നത്. അതല്ലാതെ ഇനിയിപ്പോൾ എന്താണ് വീണ്ടും 370 കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്തായിരിക്കും? അതെ, ഇവർക്ക് എന്താണ് ലക്ഷ്യമിടുന്നത്? ശരിക്കും 370 എന്നത് കാലഹരണപ്പെട്ട് കഴിഞ്ഞു. അതെ, കാരണം നമ്മൾ ഈ ഓരോ നമ്മുടെ ഭരണഘടനയായാലും ഈ റിസർവേഷൻ അടക്കമുള്ള ചില കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്, അത് ഒരു വിഭാഗത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഒരു നിശ്ചിത സമയകാലം കൊണ്ട്, ടൈം പീരീഡ് കൊണ്ട് ഇവർക്ക് വളർന്ന് ആ ഒരു നമ്മുടെ തുല്യ നീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കാശ്മീരിന് വേണ്ടതിലധികം ലഭിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ വേണ്ടതിലധികം നൽകുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും കാശ്മീർ അല്പം ഏറെ മുന്നേറി കഴിഞ്ഞു. താഴ്വരകളെല്ലാം ശാന്തമാണ്. എന്തിന് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു റെയിൽവേ പാതയുള്ളതും നമ്മുടെ ചെനാബ് കാശ്മീരിലാണ്, ചെനാബിന് കുറുകെ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കശ്മീരിനെ വീണ്ടും അസ്ഥിരപ്പെടുത്തിയത് കൊണ്ട്, കാരണം രാജ്യത്ത് നക്സലിസം വേരോടെ അറുത്തു മാറ്റി. രാജ്യത്തിനകത്തെ തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റം, കശ്മീർ അതിർത്തി നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചു. സെപ്റ്റംബർ 12-13 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി പങ്കെടുക്കാനായിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വരികയാണ്. ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 3530-40 കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യ ചൈന അതിർത്തിയും അതും സ്ഥിരമായിട്ട് പക്ക അതിർത്തിയായിട്ട് രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുന്ന അടക്കമുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ അസൂയ കൊണ്ട് വിരളി പിടിച്ചല്ലേ ഈ ഒരു കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു നീക്കം, അതും ഈ 7ാം വാർഷികത്തിൽ. അതെ, തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഇവിടെ റോൾ നഷ്ടപ്പെടുന്നു. ആ ഒരു അങ്കലാപ്പാണ്. രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നില്ല. സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രി ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്നെങ്കിൽ കഴിഞ്ഞ 10-15-12 വർഷക്കാലം
കാലമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കോൺഗ്രസിന് ഫണ്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒപ്പിക്കണം. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ മാത്രമേ അല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിദേശങ്ങളിലേക്ക് മുങ്ങണം. ഇതുപോലെ വിദേശങ്ങളിലേക്ക് മുങ്ങിയാൽ മാത്രമേ ചില ഫണ്ടൊക്കെ ലഭ്യമാകുകയുള്ളൂ. എവിടെയാണ് നാട്ടിലൊരു പ്രശ്നം വന്നില്ല, അപ്പോൾ രാഹുൽ ഗാന്ധി കാണാനില്ല. രാഹുൽ ഗാന്ധി തിരിച്ചു വരുമ്പോഴത്തേക്കും നാട്ടിൽ ഒരു വലിയ പ്രശ്നവും നടന്നിരിക്കും. 118 ദിവസത്തിൽ ഒരു ദിവസം രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതെ അതെ. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തുന്ന ഈ നീക്കങ്ങളുടെ ഒക്കെ പിന്നിൽ വൈദേശിക ശക്തികളാണ്. ആ വൈദേശിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുക എന്നതാണ് ഈ ഭാവി പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ചെന്നിരുന്നത്. ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു ശത്രുവാണ്. കാരണം ഇന്ത്യ വളരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല, ചൈനയ്ക്ക് സഹിക്കുന്നില്ല, പാകിസ്ഥാന് സഹിക്കുന്നില്ല, തുർക്കിക്ക് സഹിക്കുന്നില്ല. ഈ രാജ്യങ്ങൾ എല്ലാവരും തന്നെ വലിയ ശക്തമായ ഗൂഢാലോചന. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ യൂറോപ്പിൽ അവിടെ ജനസംഖ്യ വളരെയധികം ക്രമാതീതമായി, ഇസ്ലാമിക് ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നാളെ യൂറോപ്പും ഭാരതത്തിനെതിരെ തിരിഞ്ഞുകൂടുന്നില്ല. പക്ഷേ ഭാരതത്തിന് കുതിച്ചു പോയേ പറ്റുള്ളൂ. കാരണം അത് ഭാരതത്തിൻ്റെ മാത്രം ആവശ്യമല്ല. ഭാരതം സർവശക്തമായിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ്. അത് പുരാതന ചരിത്രകാലം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഭാരതം ഏറ്റവും അധികം സാമ്പത്തികവും സൈനികവുമായ ശക്തിയായിരുന്ന സമയത്ത് ലോകത്തിനെ കൂടി കാത്തു സംരക്ഷിച്ച ഒരു രാജ്യമാണ്. ഒരു രാജ്യത്തിനെതിരെയും അങ്ങോട്ട് പോയി ചെന്ന് സൈനിക ആക്രമണങ്ങൾ നടത്താത്ത ഒരു നാടാണ്. അങ്ങനെ ഒരു രാജ്യം പ്രബലമായി മാറുമ്പോൾ അത് ലോകത്തിൻ്റെ കൂടി ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ലോകം ഇപ്പോൾ സോഫ്റ്റ് പവർ, ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവറിന് കീഴിൽ വന്നു നിൽക്കുന്നത്? നമ്മുടെ ലോകമേ തറവാട് എന്ന ആശയം, വസുദൈവ കുടുംബകം എന്ന ആശയം, നമ്മൾ G20 സമ്മിറ്റിൽ വെച്ച ആശയത്തിൻ്റെ പിന്നിൽ ലോകം അണിനിരക്കുകയാണ്. നരേന്ദ്രമോദി ഇന്നൊരു ലോക ബ്രാൻഡാണ്. നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. അതോടൊപ്പം ലോകം ഈ ഭാരതത്തിന് പിന്നാലെ അണിനിരക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ ഇന്ന് മുന്നോട്ട് വെച്ച അജണ്ടകളാണ്. ആ അജണ്ടകൾക്ക് പിന്നാലെ ലോകം സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് വെറുപ്പുണ്ടെങ്കിൽ പോലും അവർക്ക് ഫലപ്രദമായിട്ട് എതിർക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ താരിഫൊക്കെ അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അമേരിക്ക വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യ എതിർക്കാൻ തയ്യാറാവില്ല, തയ്യാറായി നിലനിൽപ്പില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മളെ ഈ പാളയത്തിൽ പട എന്ന് പറഞ്ഞ പോലെ ഈ അവസരം നഷ്ടപ്പെട്ട, ഭാരതം പുരോഗതി പ്രാപിച്ചതുകൊണ്ട് മാത്രം അവസരം നഷ്ടപ്പെട്ട കുറേയധികം ആൾക്കാർ. ഇപ്പോൾ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കല്ലേറിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമായി. അപ്പോൾ ഈ വിഘടനവാദം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമായി. ആ തൊഴിൽ നഷ്ടമായതിനെ കുറിച്ചാണ് ചിദംബരമൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ മനുഷ്യർക്ക് തൊഴിൽ നഷ്ടമായതിനെ കുറിച്ചിട്ടല്ല. പൗരന്മാർക്ക് ഇന്ത്യ വളരെ ശക്തമായ ലേബർ ഫോഴ്സാണ്. ലേബർ ഫോഴ്സിനെ വളരെ ശക്തമായിട്ട് ഇന്ത്യ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഭീകരവാദികൾക്ക് തൊഴിൽ നഷ്ടമായി. ആ തൊഴിൽ നഷ്ടത്തെക്കുറിച്ചാണ് കുറച്ച് നാൾ മുന്നേ വരെ ഈ ചിദംബരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോയി. ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അമിത്ഷാ ഒരു വരവ് വരുന്നുണ്ട് പാർലമെൻറ്റിലെ ഈ മൺസൂൺ സെഷൻ മിക്കവാറും ഒരല്പം കൂടി നീട്ടിവെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ രീതിയിലുള്ള ബില്ലുകളെല്ലാം തന്നെ ഈ സെഷനോട് കൂടി തന്നെ മിക്കവാറും പാസ്സാക്കും. ഇപ്പോൾ DMK കൂടി സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ വനിതാ സംവരണ ബില്ലും അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ലൊക്കെ പാസ്സാകും. അപ്പോൾ അതിൽ വീണ്ടും ആഘാതങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. എന്നാലും അവരുടെ അനിവാര്യമായ പതനം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആർട്ടിക്കിൾ 370 പകരമായിട്ട് കോൺഗ്രസിന് വയ്ക്കാൻ പറ്റുന്ന ബദൽ എന്താകുമെന്നുള്ളത്. തീർച്ചയായും.